നമസ്കാരം. ചക്കീസ് ടൈലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിതൊരു സിമ്പിളായിട്ടൊരു നൈറ്റ് തയ്ക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളും എന്നാൽ നല്ല ഭംഗിയുള്ളൊരു നൈറ്റിയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഞാൻ 4 ആക്കി മടക്കിയിട്ട് നൈറ്റി പീസാണിത്. ഇത് ഞാൻ ചെയ്യണത് XL സൈസിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഷോൾഡർ ഒരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് 10 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 7 ഇഞ്ചിനെ നമ്മളിവിടെ 6.5 ഇഞ്ച് എടുത്തപ്പോൾ ഇവിടെ 1 ഇഞ്ചും കൂടി നീക്കിയിട്ടിട്ട് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും 3 പോയിൻ്റാണ് കിട്ടിയത്. ഇനി ഇതിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് യോജിപ്പിച്ചു. ഇവിടെയും യോജിപ്പിക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെരിഞ്ഞ അല്ല ഇങ്ങനെ V പോലെയാണ് മാർക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്ലീവ് മാർക്ക് ചെയ്യാം. ഒരു 7.5 ഇഞ്ചാണ് സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. ഈ സ്ലീവ് ഞാൻ വെറുതെ ഇങ്ങനെ വരച്ചെടുക്കുന്നുള്ളൂ. നമ്മൾ ഷേപ്പൊന്നും ആക്കി വരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇത്രയും സ്ലീവിന് വരച്ചെടുക്കണുള്ളൂ. പിന്നെ നമ്മളിവിടെ ഇവിടുന്ന് ഇവിടം വരെ 10 എടുത്തതുപോലെ തന്നെ 10 എടുത്തതുപോലെ തന്നെ ഇവിടെയും ഞാൻ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 2 പോയിന്റും കൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഈ തുണി ഒന്ന് തിരിച്ചിട്ടു കേട്ടോ. ഇറക്കം നമുക്ക് 44 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് താഴെ എന്നിട്ട് ഒരു ഞൊറിവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുറിഞ്ഞ വശമാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ നിന്ന് ഞാനൊന്ന് ചരിച്ചും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇത് ഞാൻ താഴെ നിന്നും ഇത്രയും കട്ട് ചെയ്ത് മാറ്റി. അതായത് മുകളിൽ നിന്നും ഇവിടം വരെ 44 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാലൻസ് ആണിത്. ഇത് വേസ്റ്റ് ഒന്നുമല്ല, നമുക്കിത് ആവശ്യം വരും. പിന്നെ ഇത് സ്ലീവിനുള്ളതും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആം ഹോളിനുള്ള ഈ ഒരു ഭാഗവും ഇങ്ങനെ ചരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്തതുപോലെ യോക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ബാക്ക് പീസിൽ വെക്കേണ്ട ക്രോസ് പീസ് നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യണത്. അത് കാണിച്ചു തരാം. ഇനി ഈ യോക്ക് ഭാഗത്തിനെ നമ്മൾ 2 ആക്കുവാണ്. 2 പീസാക്കി ഇതിൻ്റെ ഉൾഭാഗവും ഞാൻ ഓരോ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചുങ്കടിയുടെ മെറ്റീരിയൽ ആയത് കാരണം നമുക്ക് അകവും പുറവും തിരിച്ചറിയാൻ പറ്റൂല. ഇത് ബാക്കാണ് വരുന്നത്. ബാക്ക് പീസിൽ നമുക്ക് കഴുത്ത് 2.5 ഇഞ്ച് അകലവും 3 ഇഞ്ച് കഴുത്ത് ഇറക്കവും എടുക്കാം. ഇനി ഇത് നമ്മളിപ്പോൾ മുറിക്കണില്ല, സ്റ്റിച്ച് ചെയ്യണ സമയത്താണ് ഇതിൽ ചെയ്യണുള്ളൂ. ബാക്ക് പീസിൽ വെക്കേണ്ട ക്രോസ് പീസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ ഭാഗത്ത് നിന്നും എടുക്കാം. ഇതാവുമ്പോൾ ഇങ്ങനെ വലിയണ ക്രോസ് പീസായിട്ട് കിട്ടും. ഞാൻ ഈ മാർക്കിലൂടെ തന്നെ ഇങ്ങോട്ടേക്കും ഒരു വര വരച്ചു. എന്നിട്ട് 1.5 ഇഞ്ച് വീതിക്കാണ്. 2 പീസൊക്കെ മതി കേട്ടോ. ഇവിടെ ഒന്ന് ചരിച്ചെടുക്കാം. ഇത് 2 പീസ്. നമുക്കത് മുഴുവൻ വേണ്ട. ഇത്തിരിയോട് നീളം ഒക്കെ ഉള്ള പീസായത് കാരണം ഇത് മുഴുവൻ വേണ്ട. എന്നാലും 2 പീസ് മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ട് 3 ഇഞ്ച് അകലവും 6 ഇഞ്ച് ഇറക്കവുമുള്ള കഴുത്ത് ഇറക്കവുമുള്ള ഒരു ക്യാൻവാസ് ഈ രീതിക്ക്, അതായത് ടെമ്പിൾ വർക്കിൻ്റെ മോഡൽ ഒരു ക്യാൻവാസിൽ ഞാൻ വരച്ചും വെട്ടിയും എടുത്തിട്ടുണ്ട്. അതിന് ഞാനൊരു പീസ് തുണിയും ഒരു ലൈനിങ്ങിൻ്റെ പീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനോട് ചേർത്ത് വയ്ക്കാം.
അതിപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ കളറ് തുണി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു 2 പീസ് എടുത്തിട്ടാണിത് അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതതിൻ്റെ ഉള്ളിൽ പൊക്കോളും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഈ 3 ഭാഗവും യോജിപ്പിച്ചെടുക്കാം. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട യോക്ക് ഭാഗം എടുത്തു. പിന്നെ നമ്മൾ ക്യാൻവാസ് ലൈനിങ് പീസോടെ അറ്റാച്ച് ചെയ്തത് എടുത്തിട്ട് നല്ല ഭാഗം എടുക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഉള്ളു ഭാഗത്ത് ഞാനൊരു മാർക്ക് ചെയ്തിട്ടുണ്ട്, അതല്ല നമുക്ക് വേണ്ടത്. നല്ല ഭാഗം എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു വി ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ നോക്കണത്. ഇതേ കണ്ടോ, ഇങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ വി പോലെ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഇച്ചിരി കൂടി വലുതാക്കിയതാണ് കേട്ടോ അത്. എന്നിട്ട് ഈ നല്ല ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻവാസും ലൈനിങ് പീസും കൂടി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഈ മാർക്ക് ചെയ്തതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ചുരിദാറിനൊക്കെ ക്യാൻവാസ് വെക്കണത് പോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ടിത് ഉള്ളിൽ നിന്ന് നമുക്കിതിങ്ങനെ വെട്ടി മാറ്റാം. അതിനുശേഷം തയ്യൽ തുമ്പിൽ പെടാതെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 എൻഡിൽ മാത്രമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിത് ഉൾഭാഗത്തേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കഴുത്ത് നമ്മൾ ഇങ്ങനെ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ചുരിദാർ ചെയ്യുന്ന പോലെ ഹെമ്മിങ് ചെയ്യണില്ല, നൈറ്റി അല്ലേ. നമുക്ക് ഈ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതേ നോക്കിക്കേ, ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നൈറ്റിയുടെ പാവാട പീസ് നമുക്കെടുക്കാം. നമ്മൾ ഇത് 2ആക്കി മടക്കി വെച്ചു. എന്നിട്ട് ആം ഹോളിന് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ എൻഡിൽ നിന്നും, അതായത് ഇവിടെയല്ല ഈ ഭാഗത്തെ എൻഡിൽ നിന്നും ഒരു 5 ഇഞ്ച് ഞാൻ 2 സൈഡും ഇങ്ങനെ നീളത്തിൽ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി ഇതിൻ്റെ നടുക്ക്, അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ 5 ഇഞ്ചിൻ്റെ നടുക്ക് നമ്മൾ ചെറുതായിട്ട് ഞൊറിവ് ഇവിടുന്ന് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സാക്കട്ട് നൈറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഞൊറിവിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണം, നമ്മൾ എന്തെങ്കിലും കാരണം വെച്ചാൽ ഈ ഓക്ക് ഭാഗത്തുനിന്ന് ഇതിൻ്റെ സ്റ്റിച്ച് വിടുവാണെങ്കിൽ നമുക്ക് ഈ ഞൊറിവ് വന്നേക്കണേ ഈ ഭാഗം ഇങ്ങനെ അഴിഞ്ഞ് തൂങ്ങിപ്പോലും. നമ്മൾ റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാവരുടെയും മിക്കവരെയും കണ്ടിട്ടുണ്ട് ഇങ്ങനെ അഴിഞ്ഞ് തൂങ്ങി ഓരോന്നൊക്കെ ആയിട്ട് നമുക്ക് റീസ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ, നമ്മൾ ആദ്യം തന്നെ ഞൊറിവിട്ട് വെച്ചിട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ യോക്ക് ഭാഗം, ഇത് നല്ല ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തേക്കണത് ഉൾഭാഗമാണ്. അതിനോട് നമ്മളുടെ യോക്ക് ഭാഗത്തിൻ്റെ നല്ല ഭാഗം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇത് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ ഷേപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ അളവൊക്കെ നോക്കിയിട്ടല്ലേ ഈ 5 ഇഞ്ച് ഇവിടെയൊക്കെ വിട്ടിട്ട് ഞൊറി വിട്ടത്. അപ്പോൾ നമ്മൾ ഈ യോക്ക് ഭാഗവും ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. കണ്ടോ, ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് വരണുണ്ടോ എന്ന് നോക്കുക. വന്നില്ലെങ്കിൽ ഏതാണോ കൂടുതൽ, ഇപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഭാഗമാണ് കൂടുതലെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി അപ്പുറം ഇപ്പുറം ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറവാണെങ്കിൽ ഒരു സ്റ്റിച്ച് അഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി ഇതിനകത്ത് നമുക്ക് ചെറിയൊരു ലേസും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ വീതി കുറഞ്ഞ ലേസ് നമുക്ക് ഇങ്ങനെയോ അല്ലെങ്കിൽ തിരിച്ചോ എങ്ങനെ വേണേലും വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഉണ്ട് ലേസിനും, അതും കൂടി നോക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് ഇവിടുന്ന് ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ചും വെച്ച് കൊടുക്കാം കേട്ടോ.
ഈ ലേസൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ളൊരു നെക്ക് ഡിസൈനിൽ എന്നാൽ നല്ല ഭംഗിയുള്ളൊരു നൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ നമ്മളൊരു പീസ് മുറിച്ച് മാറ്റിയായിരുന്നില്ലേ, അത് ഞാൻ 5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് ഞൊറിവൊക്കെ ഇട്ട് ഫ്രില്ലിനുള്ളൊരു ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇതിനകത്ത് അറ്റാച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നൈറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇത് കാണുമ്പോൾ പലർക്കും തോന്നും ഇത് പഴയ മോഡൽ തന്നെയല്ലേ എന്ന്. പഴയ മോഡൽ തന്നെയാണ്. അമ്മക്കട്ട് നൈറ്റീനെ പുതിയൊരു രീതിക്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് ഇച്ചിരിയും കൂടി ഭംഗിയായി. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ നൈറ്റി എന്ന് പറയുമ്പോൾ അയ്യേ നൈറ്റി എന്നുള്ളൊരു ഭാവം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല മോഡലിലൊക്കെ തയ്ച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു അയ്യേ ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ താഴെയാണെങ്കിലും ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പൺ അല്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ലേസൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു ഭംഗി വേറെ തന്നെയാണ്. ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടിയുണ്ട്. ഒരു കളർ ചേഞ്ചും കൂടി വരണത്. ഏത് കളറാണ് ഇഷ്ടമായെന്നൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്